ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 91 പോയിൻറ്റും S&P ഫ്ലാറ്റായിട്ടും നസ്ഡാക്ക് 15 പോയിൻറ്റ് നെഗറ്റീവായിട്ടും ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 8 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മിക്കവാറും ചെറിയൊരു ഗ്യാപ്പ് ഡൗണിന് ഉള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ അതിന് മുന്നേ ഇന്നലത്തെ ലെവൽസ് നോക്കാം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ട്രെൻഡ് ലൈന് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ഇന്നലെ തന്നുവെങ്കിലും മെനഞ്ഞാന്ന് തന്നുവെങ്കിലും ഇന്നലെ അത് വീണ്ടും ബ്രേക്കൗട്ട് ചെയ്തിട്ട് മുകളിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു മുകളിലത്തെ ആ ഒരു ടാർഗറ്റ് ലെവലായിരുന്നു 25,254. അവിടെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അവിടെ നിന്നൊരു മിക്കവാറും ഇന്നൊരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ് ഈ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ. ഈ ഒരു എൻഗൾഫിങ്ങിൽ നിന്നുകൊണ്ട് മാർക്കറ്റ് ഒരു താഴോട്ടാണ് പോയിരുന്നതെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഹയർ ഹൈ ഇതിന് മുകളിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്യാണ്ട് ചിലപ്പം താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്നലെ ബുള്ളിഷായിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ കഴിഞ്ഞ ഏകദേശം ഒരു 10-20 ദിവസമായിട്ട് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിമിൽ എല്ലാം എന്താണ് ഹയർ ലോ ഫോം ചെയ്താണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയത്. ഇപ്പോൾ ഇന്നലെ ഹയർ ടൈം ഫ്രെയിമിലും ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. ഇനി ലോവർ ടൈം ഫ്രെയിമിൽ മിക്കവാറും മാർക്കറ്റ് താഴോട്ട് വന്ന് എന്തായാലും ഒരു റിട്രേസ്മെൻറ്റിന് വരും. മാർക്കറ്റ് ഇങ്ങനെ കയറി പോകത്തില്ല. മാർക്കറ്റ് എന്തായാലും അടുത്തൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. കാരണം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ മുകളിൽ എന്തായാലും ഒരു സ്വിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത് എവിടെയാണോ റിജക്ഷൻ വരുന്നത്, സപ്പോസ് ഇന്ന് ഇവിടെ നിന്ന് മാർക്കറ്റിലൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈയിൽ നിന്നാണ് റിജക്ഷൻ വരുന്നതെങ്കിൽ, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആണ്, സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് പിന്നെ വീണ്ടും താഴോട്ട് വന്നിട്ട് തിരിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇന്നലെയും ഒരു റെസിസ്റ്റൻസ് എത്തി നിൽക്കുന്നത്. മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴെ വന്ന് തിരിച്ച് വീണ്ടും പുതിയൊരു ഹൈ, ഇതിന് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് അടുത്ത് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത് പ്രതീക്ഷിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 26,000 ആണ്. പ്രീവിയസ് ഈ ഒരു ഹൈക്ക് മുകളിൽ 26,000 മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണം. പക്ഷേ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസിലാണ്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 25,254 മാർക്കറ്റ് ഈ ഒരു ലെവല് പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുള്ള ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് മുകളിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു 25,260 15 മിനിറ്റിൽ
ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 25,260 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,400 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 25,400 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 25,400 ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു ഫസ്റ്റ് ടാർഗറ്റ് 25 ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് 25,340 ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ താഴെ വെച്ചും 323 ഇവിടെയും ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെവൽസും കൃത്യമായിട്ട് നോക്കുക. ഇവിടെ നിന്ന് 15 മിനിറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റീടെസ്റ്റിന് വരുമ്പോഴോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഡയറക്റ്റോ എൻട്രി എടുക്കാം. 25,323 ടാർഗറ്റ്. അത് കഴിഞ്ഞാൽ 340 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടണം എങ്കിൽ 25,400 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 25,200 25,200 ഈ ഒരു റെസിസ്റ്റൻസ്, അതായത് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്ന ഈ ഒരു ലെവൽ ഇന്നലെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയത്. അപ്പോൾ ഇനി ഇത് താഴോട്ട് ബ്രേക്ക് ഔട്ട് 25,132 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. എങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. 25,200 റിസ്ക്കാണ്. 25,200 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,132 വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 25,132 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടുക 25,030 ലെവലിലായിരിക്കും. ഈ ഒരു ലെവലിലായിരിക്കും 25,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. വലിയ ഫോൾ ആയിരിക്കും വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഡേ ക്യാൻഡിൽ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ വീണ്ടും താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഹയർ ടൈം ഫ്രെയിമിലുള്ള 15 മിനിറ്റ് ബ്രേക്ക് ഔട്ടിൻ്റെ ലെവൽസ്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേയിൽ CPR വരുന്നത് വൈഡ് CPR ആണ്. ഏകദേശം 25,166 തൊട്ട് 25,015 വരേക്കാണ് CPR വരുന്നത്. CPR മിക്കവാറും ഒരു സൈഡ് വേസിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ചിലപ്പോൾ ഒരു സൈഡ് വേസ് പോയിട്ടായിരിക്കും താഴോട്ടൊരു റീട്രേസ്മെൻറ്റിന് ഇറങ്ങാനുള്ള സാധ്യതയുള്ളത്. മാർക്കറ്റ് മുകളിലോട്ട് 25,291 310 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 380 400 ലെവൽ വരേക്കും മാർക്കറ്റ് കയറിപ്പോവാം. അപ്പം 291 310 റേഞ്ച് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ് ബ്രേക്ക് ഔട്ടിൽ 260 പറഞ്ഞിട്ടുള്ളത്. 260 ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുക ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴെ CPR സപ്പോർട്ട് കിട്ടും. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ചെറിയൊരു ഗ്യാപ്പ് ഡൗണോ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു CPR സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഏരിയയിലാണ് CPR വന്നിട്ടുള്ളത്. തൊട്ട് താഴെ വരുന്ന ലെവൽ എന്ന് പറയുന്നത് 25,118 25,134 ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. വലിയ ടാർഗറ്റാണ് വരുന്നത്. ഏകദേശം 100 പോയിൻറ്റിന് മുകളിലുള്ള ടാർഗറ്റാണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കി ഇതിനിടയ്ക്ക് CPR ഒരു സപ്പോർട്ടായിട്ട് എടുക്കുക. CPRൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPRന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.